ரெண்டு பேர். நீ உட்காந்து போல உட்காந்து போல. அப்படியா? சரி 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 சரி. ஸ்கூல் ஒன்றும் இல்லையா? இன்னும் லீவு? இன்னும் லீவா? ஓ அப்படி அப்படி அப்படி. எத்தனை குதிரை இருக்கு? വട്ടവടയ്ക്ക് നടക്കാൻ പറ്റുമോ? നടന്നു പോകണം. ബൈക്ക് പോകും. അന്നമാർ റോഡ് എടുക്കാം. അതിനാ തിരിച്ചു വരണോ? കുതിരയിல போன முடியும். വട്ടവടയ്ക്ക് നീ പോയിരിക്കാ? അങ്ങിരുന്നല്ല നമുക്ക് കുതിര പോയാലോ? കുതിര വട്ടവടയിൽ കുതിര ഇങ്ങ് വന്നിട്ട് റോഡ് இருக்கா? ஏய் வண்டியில் போகலையா? போ போ கேரு 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 கேரு. அங்கே அவங்கள இறக்கிட்டு போ. ஏறு ஏறடா. ஆட்சி வந்தாலும் இது கேரளா ரோட்டு திறக்கணும்னு சொல்லிட்டு யாரும் திறக்க மாட்டேங்குது. 14 கிலோமீட்டர் போய் எங்களுக்கு போது நல்லதாக இருக்குது. கேரளாவை திறக்கணும்னு முதலமைச்சர் சொல்கிறேன். அந்த முதலமைச்சர் திறக்கல. இப்போ நம்ம சிஎம் விஜய் வந்திருக்குல்ல, விஜய் வந்தாலும் திறக்கணும் இல்லை, ஏதாவது பண்ணணும். நம்மள ஏதாவது கேள்வி கேட்கணும். ஏற்பாடு பண்ணுங்க. ஆமாம் ஆமாம். முக்கியம் வேணும்னு கேளுங்க. இந்த லோடெல்லாம் அங்கிருந்து வருதா? அது கேரளாவிலேருந்து வருது. கேரளாவிலேருந்து வருது. அப்படிங்களா? ஓகே ஓகே. കേരള വട്ടവടാന്ന് വരുന്നാണ്. അതന്നെ ഇവർക്ക് വരെ ഇത് കുഴപ്പമില്ല. അയാളെ പറഞ്ഞ പോലെ അതിലേ ഇതല്ല കേരള പോകുന്ന റോഡ്. അതല്ലടി ഇതിൻ്റെ റോഡ്. അന്ന് അങ്ങനെ ഇതെന്നെ കാലിലാണ് കയറിയിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വട്ടവട പോകുന്ന റോഡ്. ഇതിലിങ്ങനെ ഒരു 10-14 കിലോമീറ്റർ പോകാനുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അവർ സ്ഥിരമായിട്ട് അവിടെയൊക്കെ പോയിട്ട് സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വഴിയാണ്. ഇതിപ്പോൾ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഇങ്ങനെ അടച്ചിരിക്കുന്ന ആരും കൊണ്ട് ചോദിച്ചപ്പോൾ അവർ പറയണ്ടായിരുന്നു ഇത് മൊത്തം ഇങ്ങനെ അടക്കണ വഴി. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയൊന്നും ഇല്ല ശരിക്കും. ഫുള്ള് കന്നുകാലികൾക്ക് മാത്രം നടക്കാൻ പറ്റിയ ഒരു വഴിയുള്ളൂ. ഇതിങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ 10-14 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞു വട്ടവടയ്ക്ക്.